ഹോച്ചിമിൻ സിറ്റി മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ് എന്ന വിയറ്റ്നാമിലെ അതിപ്രസിദ്ധമായ മ്യൂസിയം. ഈ മ്യൂസിയത്തിന് പിന്നിൽ അതിപുരാതനമായ ഒരു ചരിത്ര കഥയുണ്ട്. ഇന്നും ഈ മ്യൂസിയം പ്രസിദ്ധമായി തീരാൻ കാരണമായ ഒരു കഥ. വിയറ്റ്നാമിന്റെ ചരിത്രത്തിലെ പ്രസിദ്ധമായ ആ കഥയിലേക്ക് വരൂ, തുടങ്ങാം ഇന്നത്തെ കഥ. ദി മിസ്റ്ററി ടെയിൽ ഓഫ് ദി ഹുവ ഫാമിലി. വിയറ്റ്നാമിലെ നഗരമായ സൈഗോണിൽ ആയിരക്കണക്കിന് വസ്തുവകകൾ ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു ഹുയി ബോൺ ഹുവ. അയാളുടെ അപാരമായ സമ്പത്ത് ഒരു ഇതിഹാസമായിരുന്നു. ആക്രി കച്ചവടക്കാരനായി ജീവിതം ആരംഭിച്ച അയാൾക്ക് ഒരിക്കൽ ഒരു സോഫ നിറയെ സ്വർണം കിട്ടിയെന്നും അതിൽ നിന്നാണ് അദ്ദേഹം ഇത്രയും ധനികനായി മാറിയെന്നുമാണ് വിശ്വാസം. അയാളെ അങ്കിൾ ഹുവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അയാൾക്ക് 4 ആൺമക്കളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആൺമക്കളെല്ലാം യൂറോപ്പിലാണ് പഠിച്ചിരുന്നത്. ഏക മകളായ ഹൂവ ടയ്യുലാൻ അയാൾക്ക് വിലമതിക്കാനാവാത്ത ഒരു നിധി പോലെയായിരുന്നു. ഹോസ്പിറ്റലുകൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിൽ പങ്കാളിയായതിനാൽ ഹുയി ബോൺ ഹുവയും കുടുംബവും ബഹുമാനിക്കപ്പെട്ടിരുന്നു. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ്, മെറ്റേണിറ്റി ഹോസ്പിറ്റൽ, മജസ്റ്റിക് ഹോട്ടൽ തുടങ്ങിയ പല കെട്ടിടങ്ങളും അവരുടേതായി വിയറ്റ്നാമിൽ നിലവിലുണ്ട്. സൈഗോൺ വ്യാപാരത്തിന്റെയും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെയും കേന്ദ്രമായിരുന്നെങ്കിലും ഭേദപ്പെടുത്താനാവാത്തതും ഭയാനകമായ കുഷ്ഠരോഗം ആ കാലഘട്ടത്തിൽ ആ നഗരത്തെ കഠിനമായി ബാധിക്കുകയും നിരവധി ജീവിതങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഹുവയുടെ മകളുമുണ്ടായിരുന്നു. ആ കാലത്ത് കുഷ്ഠരോഗം എന്നത് രോഗത്തേക്കാൾ ഉപരി ഒരു ശാപമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ അന്ധവിശ്വാസത്തെക്കുറിച്ച് ബോധവാനായ ഹുവ തന്റെ മകളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. അവളോട് സംസാരിക്കാനോ അവളെ കാണാനോ ആരെയും അനുവദിച്ചില്ല. അവൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു സ്ത്രീയെ ഒഴിച്ച് ആരും ആ മുറിയിലേക്ക് പ്രവേശിക്കില്ലായിരുന്നു. അവർ അവളെ നോക്കാൻ പോലും പാടില്ലായിരുന്നു. പെൺകുട്ടിയെ കാണാതെ ഇരുന്നപ്പോൾ പല ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഇതിൽ നിന്ന് രക്ഷ നേടാൻ അങ്കിൾ ഹുവ പറഞ്ഞു തന്റെ മകൾ ഒരു നിഗൂഢ രോഗം വന്ന് മരണപ്പെട്ടെന്ന്. തുടർന്ന് ആഡംബരപരമായ ഒരു സംസ്കാര ചടങ്ങ് നടത്തി ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. ജീവിച്ചിരുന്നിട്ടും മരിച്ചതിന് തുല്യമായി തീർന്നു അവളുടെ ആ മുറിയിലെ ജീവിതം. ആ മുറിയിലെ ഏകാന്തതയും ദുരിതവും അവളെ ഒരു ഭ്രാന്തിയെ പോലെയാക്കി. അവൾ ഇടയ്ക്ക് തന്റെ നിസ്സഹായ അവസ്ഥയോർത്ത് പൊട്ടിക്കരയുമായിരുന്നു. ആ രോഗം അവളുടെ മുഖത്തെ ഭയാനകമാക്കിയിരുന്നു. ഒരിക്കൽ അവൾ ഈ ലോകത്തു നിന്ന് വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. മകളുടെ മരണത്തിൽ ദുഃഖിതനായ അങ്കിൾ ഹുവയ്ക്ക് തന്റെ മകളെ നിലത്ത് അടക്കം ചെയ്യാൻ മനസ്സ് വന്നില്ല. അവളെ ആ മുറിയിൽ തന്നെ കല്ലുകൊണ്ട് ശവപ്പെട്ടി നിർമ്മിച്ച് അതിൽ അടക്കം ചെയ്തു. അവളുടെ മരണം കഴിഞ്ഞ് 1 വർഷം തികഞ്ഞപ്പോൾ അങ്കിൾ ഹുവ തന്റെ മകൾക്കായി ഒരു വെള്ള വസ്ത്രവും ഒരു പാവയും കഴിക്കാനായി ചിക്കൻ ചേർത്തുണ്ടാക്കിയ ചോറും അവളുടെ മുറിയിലേക്ക് വേലക്കാരിയുടെ കൈവശം കൊടുത്തുവിട്ടു. കുറച്ചു കഴിഞ്ഞ് പാത്രങ്ങൾ എടുക്കാൻ മുറിയിൽ വന്ന വേലക്കാരി നോക്കുമ്പോൾ ആ പാത്രത്തിലെ ആഹാരം പകുതി കഴിച്ചിരിക്കുന്നു. അവൾ ലാനെ അടക്കം ചെയ്ത മുറിയിലേക്ക് താക്കോൽ പഴുതിലൂടെ നോക്കിയപ്പോൾ കണ്ടത് ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി പാവയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അവർ നിലവിളിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു അവൾ തിരിച്ചെത്തി. ആ കാഴ്ച എല്ലാവരും കണ്ടു. അതിനുശേഷം മകളുടെ മൃതദേഹം രഹസ്യമായി സംസ്കരിക്കാൻ അങ്കിൾ ഹുവ തീരുമാനിച്ചു. അവിടെ നടന്നതൊന്നും പുറം ലോകം അറിയരുതെന്ന് അങ്കിൾ എല്ലാവരെയും വിലക്കി. അവളുടെ ശരീരം നഗരത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു രഹസ്യ സ്ഥലത്ത് സംസ്കരിച്ചു. ലാനിന്റെ ആത്മാവിനെ കുറിച്ച് പല കഥകൾ പ്രചരിച്ചു. അതുവഴി കടന്നുപോയ പലരും ജനാലക്കരികിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി നിൽക്കുന്നതായും ആ വീടിന്റെ ഇടനാഴിയിലൂടെ ഒരു വെള്ളരൂപം ഒഴുകി നീങ്ങുന്നത് കണ്ടതായും പറഞ്ഞു. ചില രാത്രികാലങ്ങളിൽ പൊട്ടിക്കരയുന്ന ശബ്ദം കേട്ടതായും ആ വീട്ടിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു. ക്രമേണ അങ്കിൾ ഹുവയും കുടുംബവും ആ വീട്ടിൽ നിന്ന് താമസം മാറി വേറെ എങ്ങോ പോയി. 1934 ഈ വീട് ഹോം ചിൻ മിൻ സിറ്റി ആൻഡ് മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ് ആക്കി മാറ്റി. എന്നാൽ ഈ മ്യൂസിയത്തിൽ വന്ന പലർക്കും ഈ അനുഭവങ്ങൾ തന്നെയുണ്ടായി. ഹുവ ഫാമിലിയുടെ ജീവിതകഥ പിൻകാലത്ത് സിനിമയാക്കി മാറ്റി. 1972 ഡാലി ഹുറോങ് കമ്പനി നിർമ്മിച്ച ദി ഗോസ്റ്റ് ഓഫ് ഹുവ ഫാമിലി ആയിരുന്നു ആ സിനിമ. ഈ സിനിമയുടെ അവസാന രംഗം ചിത്രീകരിച്ചത് ഹുവ ഫാമിലിയുടെ പ്രൈവറ്റ് സെമിത്തേരിയിൽ വെച്ചായിരുന്നു. ഫാമിലിയുടെ പെർമിഷനോട് കൂടിയാണ് ആ സിനിമ ചിത്രീകരിച്ചത്. ഈ മ്യൂസിയത്തിന്റെ ഇതിഹാസം പ്രാദേശിക പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ അവിടേക്ക് ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടില്ല. ഹുവയുടെ മകളുടെ ആത്മാവിനെ കുറിച്ചറിയണമെങ്കിൽ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ മകളായ ഹൂവ ടയ്യു ലാനെ തന്നെ വിളിക്കണം.
ഇത് ഇത്തരമൊരു പൊതുസ്ഥലത്ത് നിയമവിരുദ്ധവും അസാധ്യവുമാണ്. ഈ ആധുനിക കാലത്തെ പല പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സും ഇവിടെ വന്ന് പോകാറുണ്ട്. ഒരിക്കൽ പ്രൊഫഷണൽ ഗോസ്റ്റ് ഹണ്ടർമാരും ഗോസ്റ്റ് ഹബ് TV എന്ന യൂട്യൂബറും ഒരിക്കൽ ഹുവായി കുടുംബത്തിന്റെ സമ്പന്ന വീടുകളിൽ ഒന്നായിരുന്ന ഒരു വീട്ടിൽ ഓജോ ബോർഡ് വെച്ച് ഒരു പരീക്ഷണം നടത്താൻ തയ്യാറായി. ആ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ നാട്ടിലെ കച്ചവടക്കാരോട് ഈ വീടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലും അവിടെ പോകരുത് എന്നാണ്. പോയവരെല്ലാം ഏതോ ഒരു അമാനുഷിക ശക്തി അവിടെ നിന്ന് പുറത്താക്കിയെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ തങ്ങളുടെ പരീക്ഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു. അവർ ആ വീട്ടിൽ കയറിയപ്പോൾ ആ വീട്ടിലെ മിക്ക മുറികളും ശൂന്യമായിരുന്നു. മാത്രമല്ല, ആ മുറിയിൽ കത്തിച്ച മെഴുകുതിരികളും മറ്റു സാധനങ്ങളും കണ്ടു. അവ ഇവിടെ മുൻപ് വന്ന പാരനോർമൽ ഗവേഷകർ ഉപേക്ഷിച്ചതാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ തങ്ങളുടെ പരീക്ഷണം നടത്താൻ 2ാം നിലയിലെ ഇരുണ്ട ഒരു മുറി തിരഞ്ഞെടുത്തു. ഓജോ ബോർഡും മെഴുകുതിരികളും വെക്കാനുള്ള സ്ഥലം രേഖപ്പെടുത്തി. അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ ചിത്രീകരിക്കാൻ മുറിയുടെ കോണുകളിൽ ക്യാമറ സ്ഥാപിച്ചു. അവർ 2 പേർ ഓജോ ബോർഡിന്റെ അടുത്തിരുന്നു. അതിന്റെ മുകളിൽ വെച്ചിരുന്ന നാണയത്തിൽ കൈവച്ചു. അവർ ആത്മാവിനെ വിളിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് ആ നാണയം ചലിക്കാൻ തുടങ്ങി. അവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. നീ ഈ വീടിന്റെ ഉടമസ്ഥന്റെ മകളാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ആ നാണയം എസിന്റെ അരികിലേക്ക് നീങ്ങി. ഇതിനർത്ഥം ആ വീട്ടിലെ പ്രേതം ഹുവായ് ബോൺ ഹുവായുടെ മകൾ ഹുവാറ്റയു ലാൻഡേതാണെന്ന് മനസ്സിലായി. ആ ഉത്തരം അവരിൽ ഭയമുളവാക്കി. അവർ ഭയത്തോടെ അടുത്ത ചോദ്യം ചോദിച്ചു. മാളികയിലെ ഏത് മുറിയിലാണ് നിങ്ങൾ മരിച്ചത്? ഉടനടി ആ നാണയം അക്ഷരങ്ങൾക്ക് ചുറ്റും നീങ്ങുകയും ബേസ്മെന്റ് എന്ന വാക്ക് രൂപപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രതികരണത്തിൽ പരിഭ്രാന്തരായ അവർ പരസ്പരം നോക്കി പറഞ്ഞു, ബേസ്മെന്റ്? ആ വീട്ടിൽ അങ്ങനെ ഒരു ബേസ്മെന്റ് ഉണ്ടോ? നമുക്ക് അവിടെ പോയി അന്വേഷിക്കാമെന്ന് കൂട്ടത്തിലൊരാൾ പറഞ്ഞു. ആത്മാവിന്റെ പ്രതികരണത്തിൽ കൗതുകം തോന്നിയ അവരിൽ ഒരാൾ ചോദിച്ചു, ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കാണാൻ കഴിയുമോ? മറ്റുള്ളവർ ശ്വാസം അടക്കി പിടിച്ചു നിന്നപ്പോൾ അവൻ ആവേശഭരിതവും വിറയ്ക്കുന്നതുമായ ശബ്ദത്തിൽ ചോദിച്ചു. പ്രതികരണമായി പറഞ്ഞത് അവരെ ഭയപ്പെടുത്തി. ആ നാണയം നീങ്ങിച്ചെന്ന് രൂപപ്പെടുത്തിയ വാക്ക് ഇതായിരുന്നു, ഗെറ്റ് ഔട്ട്. ഹുവാറ്റയു ലാൻഡ് ജീവിതകഥ ഇന്നും ഒരു നിഗൂഢതയായി നിലനിൽക്കുന്നു.